കുട്ടികളെ, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ചതുർഭുജങ്ങളുടെ നിർമ്മിതി, അതിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടന്നിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ക്വാഡ്രിലാറ്ററൽസിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വാഡ്രിലാറ്ററൽസ് നിർമ്മിക്കുക, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിലേറ്റവും ആദ്യത്തെ സ്ക്വയർ വരയ്ക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളേറ്റവും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം എന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, സ്ക്വയർ വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ സൈഡും ഈക്വലാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, എല്ലാ വശങ്ങളും ഒരേ നീളമാണ്, 4 സെൻറ്റിമീറ്ററാണ് എല്ലാ വശത്തിനും. അപ്പോൾ നമ്മളിത് വരയ്ക്കാനായിട്ടാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാവുന്നല്ലേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഈ വരയുടെ ഈ അറ്റത്ത് പ്രൊട്രാക്ടർ വെച്ച്, കോണുമാവിന് വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇടയ്ക്കുള്ള കോണ് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ കോണുമാവിന് വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക, ഇവിടെയും 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങ് നീട്ടി വരയ്ക്കുക. അല്ലെങ്കിൽ മറ്റൊരു മാർഗം, നമുക്ക് മട്ട ഉപയോഗിക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നോക്കുക. സെറ്റ് സ്ക്വയർ ഇതുപോലെ ഈ വരയുടെ ഒരറ്റത്ത് കൊണ്ട് സെറ്റ് സ്ക്വയർ വെക്കുക, ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലൂടെ 4 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുത്ത് എന്ത് ചെയ്യുക? മറ്റേ സൈഡിൽ കൊണ്ടുപോയി വെക്കുക. വരയുടെ മറ്റേ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ സൈഡിലൂടെ 4 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. എന്നിട്ട് പിന്നെ ഈ വരകളെ തമ്മിൽ ജോയിൻ ചെയ്താൽ പോരെ. എന്നിട്ട് ഈ രണ്ട് വരയുടെയും പാറ്റേണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സമചതുരം കിട്ടും. 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം കിട്ടും. അപ്പം വരയ്ക്കേണ്ട വിധം മനസ്സിലായല്ലോ. അതിനുശേഷം ഇതുപോലെ വരച്ച് കഴിയുമ്പോൾ സമചതുരമാവും. ഇത് ഇവിടെ വരച്ചിരിക്കുന്ന 8 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം തന്നിരിക്കുന്ന അളവെടുത്ത് വരച്ചാൽ മതിയാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതാണ് എന്താണ്? ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ സമചതുരം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഒരു സമചതുരത്തിൻ്റെ ഈ വരയ്ക്ക് പറയുന്ന പേരെന്നാണ്? സമചതുരത്തിൻ്റെ എന്തെന്ന് പറയുക? ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം എന്നാണ് ഇതിനെ വിളിക്കുക. ഈ വികർണത്തിൻ്റെ നീളം മാത്രം തന്നിരുന്നാൽ ഒരു സമചതുരം എങ്ങനെ വരയ്ക്കും? അതാണ് അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോവുക. സൈഡിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്ന സമചതുരം വരയ്ക്കാൻ നമുക്കറിയാം, നമ്മൾ കണ്ടു അല്ലേ. ഇനി അതിന് പകരം ഈ ഒരു വികർണത്തിൻ്റെ നീളം തന്നാൽ സമചതുരം എങ്ങനെ വരയ്ക്കും? അതാണ് നമ്മളിനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നോക്കുക, സമചതുരത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. സമചതുരത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രിയാണ്, വശങ്ങളെല്ലാം തുല്യമാണ്. ഇപ്പോൾ നോക്കുക, ഇതുപോലെ ഒരു ഡയഗണൽ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ത്രികോണം കാണാനായിട്ട് സാധിക്കും. ഈ ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്ക് ഒരേ നീളമാണ്, ഈ വശത്തിനും ഈ വശത്തിനും ഒരേ നീളമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കോണുകൾക്കും ഒരേ നീളമായിരിക്കുമല്ലോ. ഇത് 90ആണ്. അപ്പോൾ ഈ രണ്ട് കോണുകൾ എത്ര ഡിഗ്രി വെച്ച് വരും? അതെ, 45 ഡിഗ്രി വെച്ച് വരും അല്ലേ. എങ്കിലും മൊത്തം 180 ഡിഗ്രി വരണ്ടേ. ഓക്കെ, അപ്പം നമുക്കറിയാവുന്നത് അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. ഒരു ഡയഗണലിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ വരുന്ന പറഞ്ഞ പോലെ 5 സെൻറ്റിമീറ്റർ വികർണമായ ഒരു സമചതുരം വരയ്ക്കുക. അതാണ് ചോദ്യം. ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. പലതരത്തിൽ ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ ഇത് പറയാം. ആദ്യം നമ്മൾ ഒരു വര, ഈ ഒരു സൈഡ് വരയ്ക്കുക. ഈ സൈഡിൻ്റെ നീളം എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്കെയിലിൽ അളവൊന്നും എടുക്കണ്ട, എന്ത് ചെയ്താൽ മതി? നീട്ടി ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാം ഇതുപോലാണ് സമചതുരം കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ ഈ വരയുടെ ഈ അറ്റത്ത് കോണുമാവിന് ഉപയോഗിച്ച് 45 ഡിഗ്രി കോൺ അടയാളപ്പെടുത്തുക. 45 ഡിഗ്രി കോൺ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലെ നീട്ടി വരയ്ക്കണം. എന്തേരം നീട്ടി വരയ്ക്കണം? ഈ വരയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഈ താഴോട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ മട്ടം എടുത്ത് ഈ വരയിൽ വയ്ക്കുക. ഈ വരയിലൂടെ ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഈ സൈഡിൽ ഈ അറ്റത്ത് വന്ന് മുട്ടി കഴിയുമ്പം ആ മട്ടത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇത്രയും ഭാഗമായി. പിന്നെ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ മട്ടം ഈ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡും ഇവിടുത്തെ ഈ സൈഡും കിട്ടും. അപ്പോൾ ഈ രണ്ട് സൈഡിനും ഒരേ നീളമാണ്. അപ്പോൾ ഈ സൈഡിന് നീളം എന്തേ രണ്ടോ അത്രയും കോമ്പസിൽ അളന്നെടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഇതിനെ നാലാമത്തെ വശം വരയ്ക്കുക. അതൊരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത്, ആദ്യം
ഈ ഒരു വശം നീട്ടി വരയ്ക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ, എന്താ അളവൊന്നുമില്ല. പിന്നെ നമ്മൾ 45 ഡിഗ്രി കോൺ എടുത്ത് അങ്ങ് നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ലംബമായിട്ട് ഇവിടുത്തെ 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ ഒരു വര വരയ്ക്കണം. അതിനായിട്ട് മട്ട ഉപയോഗിക്കാം. എന്നിട്ട് ഇവിടെ മട്ട ഉപയോഗിച്ച് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഈ രണ്ട് വരയ്ക്ക് ഒരേ നീളമായിരിക്കണം. കോമ്പസ് ഉപയോഗിച്ച് അളന്നാൽ മതി, ഒരേ നീളമാണോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് കോമ്പസ് ഉപയോഗിച്ച് ഇവിടെ ഒരു മാർക്ക് ഇടുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ കോമ്പസ് കുത്തി ഈ വരയുടെ നീളം അളന്നെടുക്കുക. എന്നിട്ട് ആ കോമ്പസ് കൊണ്ട് അളവ് മാറ്റാതെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് കിട്ടി. പിന്നെ ഇതിനെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരാനേ സാധിക്കുന്നുള്ളൂ. ഓക്കെ, മറ്റൊരു മെത്തേഡ് നോക്കുക. ഇത് അതിൽ എളുപ്പമാണ്. 5 സെൻറ്റിമീറ്റർ ഡയഗണലുള്ള ഒരു സ്ക്വയർ സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു സമചതുരം കാണാം. ഇതതിൻ്റെ ഡയഗണലാണ്. സമചതുരത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇവിടെ സർക്കിളിൻ്റെ എന്താണ്? സർക്കിളിനെ സംബന്ധിച്ചത് ഡയമീറ്ററാണ്, സർക്കിളിൻ്റെ വ്യാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വരയ്ക്കാനാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള വ്യാസമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു വൃത്തം വരയ്ക്കണം. 5 സെൻറ്റിമീറ്റർ വ്യാസം എന്ന് പറഞ്ഞാൽ കോമ്പസിൽ അളവെടുക്കേണ്ട എന്തറിയാം? നമ്മളെടുക്കുന്ന കോമ്പസിലെടുക്കുന്ന ആരമാണ് അല്ലേ? ആരം എന്തെടുക്കണം? വ്യാസം 5 ആണെങ്കിൽ ആരം എന്തരായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ കോമ്പസിൽ 2.5 സെൻറ്റിമീറ്റർ അളന്നെടുത്തൊരു വൃത്തം ആദ്യം അങ്ങ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ കോമ്പസ് കുത്തിയിടാണ് വൃത്തത്തിൻ്റെ സെൻറ്റർ. അതിലൂടെ കടന്നു പോകുന്ന പോലെ ഒരു AC എന്ന് പറയുന്ന ഒരു വ്യാസം, ഒരു ഡയമീറ്റർ വരയ്ക്കുക. അതിൽ O എന്ന് പറയുന്നതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അവിടെ കോണുമാവിന് വെച്ചിട്ട്, കോണുമാവിന് സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. 90 ഡിഗ്രി അടയാളപ്പെടുത്തി ഇവിടെ ഒരു കുത്തിടുക. എന്നിട്ട് അതിലെ നീട്ടി ഒരു വര വരയ്ക്കുക, ഒരു ഡയമീറ്റർ. അത് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അളന്ന് നോക്കേണ്ട കാര്യമില്ല, 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ BD എന്ന് പറയുന്ന 2 പോയിന്റ് കിട്ടും. ആദ്യത്തെ ACയും കിട്ടി. ഇനി സമചതുരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? Aയും Bയും കൂടെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് യോജിപ്പിക്കുക. Bയും Cയും Cയും Dയും Aയും Dയും കൂടെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു സമചതുരം കിട്ടി. ഇതിൻ്റെ വശത്തിൻ്റെ നീളം അറിയത്തില്ല, പക്ഷേ ഡയഗണലിൻ്റെ നീളം നമുക്ക് അറിയാം, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കാര്യമേ പഠിച്ചുള്ളൂ. സമചതുരം വരയ്ക്കാൻ, ഒരു വശം തന്നിരുന്ന സമചതുരം വരയ്ക്കാൻ പഠിച്ചു. പിന്നെ ഡയഗണൽ, അതിൻ്റെ വികരണത്തിൻ്റെ നീളം തന്നിരുന്നാൽ സമചതുരം വരയ്ക്കാനായിട്ട് പഠിച്ചു. ഓക്കെ, ഇതൊന്ന് വരച്ച് നോക്കുക എല്ലാവരും. പിന്നെ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്ക്. ചുവടെയുള്ള ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാവോ? ഈ ഒരു ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ അല്ലേ? വീണ്ടും 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, വീണ്ടും 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ. പല വിധത്തിൽ വരയ്ക്കാം. ആദ്യം സ്ക്വയർ വരച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് 2 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും സ്ക്വയർ വരച്ച് അങ്ങനെ വേണേൽ വരയ്ക്കാം. അതിലും എളുപ്പത്തിൽ വരയ്ക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇവിടെ നോക്കാം. ഇതാ ഈ ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പം ഇതുപോലെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ബാക്കി ഇങ്ങനെയും കൂടെ നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക. ഇതുപോലെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ സമചതുരമാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എന്തേരായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ 2 ആണെങ്കിൽ അടുത്തതും 2, അടുത്തതും 2. അപ്പോൾ മൊത്തം നീളം എന്തേരായിരിക്കും? 6 സെൻറ്റിമീറ്റർ. ഇവിടെ അതുപോലെ തന്നെയല്ലേ 2, 2, 2, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരമാണ്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കാനുള്ള മാർഗ്ഗം, ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരയ്ക്കുക. സമചതുരം വരയ്ക്കാൻ ഇപ്പോൾ പഠിച്ചല്ലോ. ആദ്യം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് കോൺമാവിന് വെച്ച് ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തി അതിൽ നീട്ടി വരയ്ക്കുന്നു. ഇവിടെ കോൺമാവിന് വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി നീട്ടി വരയ്ക്കുന്നു. അല്ലെങ്കിൽ മട്ട ഉപയോഗിച്ച് മട്ടത്തിൻ്റെ അറ്റം ഇവിടെ കൊണ്ട് വെച്ചിട്ട് നീട്ടി വരയ്ക്കുന്നു അല്ലേ? അങ്ങനെ ആയാലും കുഴപ്പമില്ല, സമചതുരം വരയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ്, വീണ്ടും 2 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. 2, 4. ഇവിടെ അതുപോലെ 2 സെൻറ്റിമീറ്റർ അകലെയും പിന്നെ വീണ്ടും 2 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ്. അങ്ങനെ ഈ സൈഡിലും അതുപോലെ 2, 2 അങ്ങനെ മാർക്ക് ചെയ്യുക. ഈ സൈഡിലും 2, 2 എന്ന് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് ഇവിടെ 9 സമചതുരങ്ങൾ കിട്ടി അല്ലേ? അതിൽ ഈ നടുക്ക് കാണുന്ന ഈ 3 സമചതുരം മതി നമുക്ക്. ഇപ്പം എന്ത് ചെയ്യുക? ആ 3 സമചതുരം നിർത്തുക, ഈ 3 നിർത്തുക. ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി? മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഇതുപോലൊരു ചിത്രം കിട്ടും. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തത് ഈ ചിത്രം. ഇതെങ്ങനെ വരയ്ക്കും? അതുപോലെ തന്നെ വരയ്ക്കാവോ? വരയ്ക്കാവുന്നല്ലേ ഉള്ളൂ. ഇതിനെ നമ്മൾ ആദ്യം ഒരു വലിയ സമചതുരം വരയ്ക്കണം.
ഇത് 4, ഇത് അടുത്തത് 2, അടുത്തത് 1. ഇപ്പോൾ എത്രയായി? 4 2 6 1 7 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു വലിയ സമചതുരം നമ്മൾ ആദ്യം വരയ്ക്കണം അല്ലേ? എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് എത്രയൊക്കെയാണ്? 4 2 1 എന്ന് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്കോ 4 2 1 എന്ന് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ട് 4 2 1 എന്ന് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് അതുപോലെ തന്നെ 4 2 1 എന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഈ ഒരു ചിത്രം വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? വലിയൊരു സമചതുരം വരയ്ക്കുക. ഇവിടെ 8 സെൻറ്റിമീറ്റർ എടുത്താണ് വരച്ചത്. എന്നിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരെണ്ണോടെ വരുന്നു മാത്രം. 8 സെൻറ്റിമീറ്ററുള്ള വലിയൊരു സമചതുരം വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് എന്നിട്ട് അതിനെ ഇതുപോലെ അതിൻ്റെ കൃത്യം നടുക്കൂടെ 4 സെൻറ്റിമീറ്ററിലൂടെ വരച്ച് ഇതിനെ ഇങ്ങനെ 4 സമചതുരമാക്കി. വീണ്ടും എന്ത് ചെയ്തു? ഈ സമചതുരത്തിനെ വീണ്ടും ഈ 4 എണ്ണം ഉള്ളതിൽ ഇതിനെ അതിൻ്റെ നടുക്ക് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്തു? 2 സെൻറ്റിമീറ്ററിലൂടെ ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇതിനെ 4 സമചതുരങ്ങളാക്കി. അടുത്ത വീണ്ടും എന്ത് ചെയ്തു? ആ സമചതുരത്തിനെ ഇതിലെ ഈ ചെറിയൊരു സമചതുരത്തിനെ നടുക്കൂടെ വരച്ചിട്ട് എന്ത് ചെയ്തു? 4 സമചതുരമാക്കി. ഇനി നമുക്ക് ആവശ്യമുള്ള സമചതുരങ്ങൾ ഏതൊക്കെയാണ്? ഇതും ഇതും ഇതും. ഈ 3 എണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്താൽ മതി? മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ടെക്സ്റ്റ് ബുക്കിലെ. ഇതെങ്ങനെ വരയ്ക്കും ഈ ചിത്രം? ഇതുപോലെ ഒരു സമചതുരം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. എങ്ങനെ? നോക്കുക, ഇത് അതിൻ്റെ ഡയഗണലാണ് 2 സെൻറ്റിമീറ്റർ. ഇത് ഡയഗണലാണ്, ഇതും ഡയഗണലാണ്. അപ്പം ഡയഗണലാണ് മൊത്തം 3 സമചതുരത്തിൻ്റെ കൊണ്ട് ഡയഗണലിൻ്റെ നീളം 6. ഇവിടെ അതുപോലെ തന്നെ ഡയഗണൽ ഈക്വൽ ആയിരിക്കുമല്ലോ സമചതുരത്തിൻ്റെ. അപ്പോൾ ഇത് 2 ഇത് 2 ഇത് 2 എന്താ 6 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഇവിടെ ഈ ഒരു വര ആദ്യം വരയ്ക്കുക, പിന്നെ ഈ ഒരു വര വരയ്ക്കുക അല്ലേ? നമുക്ക് എങ്ങനെയാണ് നോക്കാമെന്ന് വരയ്ക്കുന്നത്. ഇതുപോലൊരു ചിത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതുപോലൊരു സമചതുരം ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും നമ്മൾ? മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൻ്റെ ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പം കോമ്പസിലെടുക്കേണ്ട ആരം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്തം വരച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക? അതിൻ്റെ നടുക്കൂടെ മറ്റൊരു വ്യാസം കൂടെ വരയ്ക്കുക. വൃത്തത്തിൻ്റെ സെൻറ്ററിലൂടെ മറ്റൊരു വ്യാസം കൂടെ വരയ്ക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് അതുപോലെ സമചതുരമാക്കി മാറ്റുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഇപ്പം 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങേറ്റം വരെ ഇവിടം വരെ 3 സെൻറ്റിമീറ്ററാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ ഇത്രയും ഭാഗം എന്തേരായിരിക്കും? ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഭാഗം എന്തേരായിരിക്കും? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഇപ്പുറേ മാറ്റി ഒരു കുത്തിടുക, വല സൈഡിൽ ഒരു കുത്തിടുക, ഇട സൈഡിൽ ഒരു കുത്തിടുക. സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലൊരു കുത്തിടുക, താഴെ ഒരു കുത്തിടുക. അതിനുശേഷം ഈ 2 കുത്തുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. ഈ 2 കുത്തുകളെ തമ്മിൽ യോജിപ്പിക്കുക. പിന്നെ ഈ 2 കുത്തുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കുക. ഇതിനെ തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കുക. നോക്കുക, ഇതുപോലെ ഈ 2 കുത്തുകളെ തമ്മിൽ യോജിപ്പിച്ചു, ഇതിനെ തമ്മിൽ യോജിപ്പിച്ചു. അടുത്തത് ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്കിതുപോലെ 9 സമചതുരങ്ങൾ കിട്ടി അല്ലേ? ഇതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയാണ്. ഈ ഒരു സമചതുരം വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം അല്ലേ? അത്രയും മാത്രം നിർത്തുക. നമുക്ക് ആവശ്യമുള്ളവ മാത്രം നിർത്തി ബാക്കിയുള്ള വരകളൊക്കെ എന്ത് ചെയ്യുക? മായ്ച്ചു കളയുക. അപ്പോൾ ഇതുപോലൊരു സമചതുരമാകും. വേറെ മാർഗങ്ങളുണ്ടാവും, നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക. ഇത്ര മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.